1960കളുടെ അവസാനം ലോകം ഒരു വലിയ ദുരന്തത്തെ മുഖാമുഖം കാണുകയായിരുന്നു. ജനസംഖ്യ സ്ഫോടനാത്മകമായി വർദ്ധിക്കുന്നു. എന്നാൽ അതിനനുസരിച്ച് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ഭൂമിക്ക് കഴിയുന്നില്ല. മനുഷ്യരാശി പട്ടിണി കിടന്ന് ഇല്ലാതാകുമെന്ന് ശാസ്ത്രജ്ഞർ വിധിയെഴുതിയ കാലം. ഇന്ത്യയിൽ ഷിപ്പ് ടു മൗത്ത് അവസ്ഥയായിരുന്നു. അതായത് അമേരിക്കയിൽ നിന്ന് ഗോതമ്പ് കപ്പൽ വന്നാൽ മാത്രം ഇന്ത്യക്കാർക്ക് ഭക്ഷണം എന്ന ദയനീയ സാഹചര്യം. ഈ വിധിയെ മാറ്റിയെഴുതാൻ ഒരു മനുഷ്യൻ തീരുമാനിച്ചു. അമേരിക്കയിലെ അയോവയിൽ നിന്നെത്തിയ ഒരു ശാസ്ത്രജ്ഞൻ ഡോക്ടർ നോർമൻ ബോർലോഗ്. എന്തായിരുന്നു ബോർലോഗ് ചെയ്ത മാജിക്? അതൊരു മാജിക് ആയിരുന്നില്ല, വർഷങ്ങൾ നീണ്ട ശാസ്ത്രീയ തപസ്സായിരുന്നു. അക്കാലത്തെ ഗോതമ്പ് ചെടികൾക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. വളം കൂടുമ്പോൾ അവ ഉയരത്തിൽ വളരും, പക്ഷേ ധാന്യങ്ങളുടെ ഭാരം താങ്ങാനാവാതെ അവ ഒടിഞ്ഞു വീഴും. മെക്സിക്കോയിലെ പരീക്ഷണശാലയിൽ വെച്ച് ബോർലോഗ് ഇതിനൊരു പരിഹാരം കണ്ടു. ജപ്പാനിലെ കുള്ളൻ ഗോതമ്പ് ഇനങ്ങളെ രോഗപ്രതിരോധ ശേഷിയുള്ള മറ്റ് ഇനങ്ങളുമായി അദ്ദേഹം സംയോജിപ്പിച്ചു. അങ്ങനെ സെമി ഡ്വാർഫ് അഥവാ ഉയരം കുറഞ്ഞ എന്നാൽ കരുത്തുറ്റ പുതിയൊരു ഗോതമ്പ് വംശം പിറവിയെടുത്തു. അതൊരു ചരിത്രമായിരുന്നു. ബോർലോഗിന്റെ കഥ വെറും കൃഷിയുടേത് മാത്രമല്ല, അത് ശീതയുദ്ധ രാഷ്ട്രീയത്തിന്റേത് കൂടിയാണ്. അക്കാലത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ പട്ടിണി വർദ്ധിക്കുന്നത് കമ്മ്യൂണിസം പടരാൻ കാരണമാകുമെന്ന് അമേരിക്ക ഭയന്നിരുന്നു. റെഡ് റെവല്യൂഷൻ, കമ്മ്യൂണിസ്റ്റ് വിപ്ലവം തടയാൻ അമേരിക്ക കണ്ടെത്തിയ മാർഗമായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ. ഇന്ത്യയിൽ MS സ്വാമിനാഥനെ പോലുള്ളവർക്കൊപ്പം ചേർന്ന് ബോർലോഗ് ഈ വിപ്ലവം നടപ്പിലാക്കി. പക്ഷേ ഇതിന് വലിയൊരു വില നൽകേണ്ടി വന്നു. ഹരിത വിപ്ലവം വയറുകൾ നിറച്ചു എന്നത് സത്യമാണ്, പക്ഷേ അത് നമ്മുടെ മണ്ണിന്റെ ജൈവികതയെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ബോർലോഗിന്റെ വിത്തുകൾക്ക് വൻതോതിൽ രാസവളങ്ങളും കീടനാശിനികളും വെള്ളവും ആവശ്യമായിരുന്നു. ഇത് പരമ്പരാഗത കൃഷിരീതികളെ തകർത്തു. ആയിരക്കണക്കിന് നാടൻ വിത്തിനങ്ങൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. കൃഷി എന്നത് കർഷകന്റെ കൈകളിൽ നിന്ന് മാറി വൻകിട രാസവള കമ്പനികളുടെ നിയന്ത്രണത്തിലായി. പരിസ്ഥിതിവാദികൾ അദ്ദേഹത്തെ ക്രൂശിച്ചു. പ്രകൃതിയുടെ താളം തെറ്റിച്ച മനുഷ്യനെന്ന് അവർ അദ്ദേഹത്തെ വിളിച്ചു. വിമർശനങ്ങൾക്കിടയിലും 1970 വർഷത്തിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകി ലോകം അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, വിശക്കുന്ന മനുഷ്യന് മുന്നിൽ ദൈവത്തിന് പ്രത്യക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഭക്ഷണത്തിന്റെ രൂപത്തിൽ. അദ്ദേഹം വരുത്തിവെച്ച പാരിസ്ഥിതിക മാറ്റങ്ങൾ ഇന്നും ചർച്ചാ വിഷയമാണ്. പക്ഷേ 100 കോടിയിലധികം മനുഷ്യരെ പട്ടിണി മരണത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന ഒറ്റ കാര്യം മതി ചരിത്രത്തിൽ നോർമൻ ബോർലോഗിന്റെ പേര് മായാതെ നിൽക്കാൻ.